ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 17-ാം ദിവസം. ദൈവാനുഗ്രഹങ്ങളെ നിരസിക്കുന്നവൻ പരിശുദ്ധാരൂപിയെ സങ്കടപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: ദൈവത്തിന്റെ ദാനങ്ങൾ നാം എത്രയോ വിലമതിക്കേണ്ടതാകുന്നു. പുണ്യവർദ്ധവിനായി നീ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട്? നിന്റെ അറിവിനനുസരിച്ച് നീ പ്രവർത്തിക്കുന്നുമുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. വഴിതെറ്റി അകന്നുപോയ ദൂരത്തിനെ പാർത്തിരുന്ന നല്ല പിതാവിനെ പോലെ പാപികളെ അനുതാപത്തിനായി വിളിക്കുന്ന റുഹദ ഖുദസ് തമ്പുരാനെ, നിന്റെ അനുഗ്രഹത്തിൽ ഞാൻ ശരണപ്പെടുന്നു. പാപത്തിന്റെ വള്ളിക്കെട്ടിലും പിശാചിന്റെ അടിമത്തിലും അകപ്പെട്ട എന്നെ അനുഗ്രഹിക്കണമേ. അനുതാപത്തിന് കണ്ണുനീരിനെ എനിക്ക് നൽകണമേ. നിന്റെ സ്വരം കേട്ട് നിന്റെ പക്കൽ തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടാൽ നീ എന്നെ അടിക്കണമേ. ലോകസുഖം, ബഹുമാനം, ഐശ്വര്യങ്ങൾ എന്നിവ നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്നു എന്ന് കണ്ടാൽ അവയെല്ലാം എനിക്ക് ഇല്ലാതാക്കണമേ. നിന്റെ പരിശുദ്ധ സ്നേഹം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രം എനിക്ക് മതിയായിരുന്നു. ഈ സ്നേഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനായി നീ എനിക്ക് തരുന്ന ദിവ്യദാനങ്ങളെയും സഹായങ്ങളെയും ഞാൻ വിഫലമാക്കാതിരിക്കാനായി എൻ്റെ ഹൃദയത്തിൽ നീ ഉണർത്തി ചൂടുപിടിപ്പിക്കണമേ. എൻ്റെ ഉപദേഷ്ടാവായ റൂഹായെ, ആത്മീയ മന്ദതയ്ക്ക് കാരണമാകുന്ന ലോക ബഹുമാനങ്ങളിൽ നിന്നും നീ എന്നെ വിളിച്ചകറ്റണമേ. എൻ്റെ ദിവ്യ ഉപദേശങ്ങൾക്ക് എൻ്റെ ചെവിയെ ചായ്ക്കുകയും നിന്നെക്കുറിച്ചും നിത്യസത്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ എനിക്ക് ഉത്സാഹം നൽകുകയും ചെയ്യണമേ. അങ്ങനെ നീ എൻ്റെ ഹൃദയത്തെ വികസിപ്പിച്ച് നിന്റെ പ്രമാണത്തിന് വഴിയെ ഞാൻ സന്തോഷത്തോടെ ഓടി അങ്ങേ പകൽ വന്നു ചേരുന്ന അനുഗ്രഹം എൻ്റെ ദൈവമായ പരിശുദ്ധാരൂപിയെ എനിക്ക് തന്നിടണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: കടമുള്ള ദിവസങ്ങളിലെങ്കിലും ഞാൻ കൂദാശ സ്വീകരിക്കുകയും പ്രസംഗം കേൾക്കുകയും ജ്ഞാനവായന, ധ്യാനം എന്നിവ മുടക്കാതെ നടത്തുകയും ചെയ്യാൻ ഉത്സാഹിക്കും. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.